ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ സിനിമ സംവിധായകനായ അരുൺ മാത്യൂശ്വരൻ പുതിയതായിട്ട് സംവിധാനം ചെയ്ത് ലോകേഷ് കനകരാജ് ആദ്യമായി നായകനായെത്തുന്ന പുതിയ തമിഴ് ചലച്ചിത്രമാണ് DC. സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അനിരുദ്ധ് രവിചന്ദ്രാണ് മ്യൂസിക്. വാമിക ഗബ്ബിയാണ് നായിക വേഷത്തിലെത്തുന്നത്. സോ ഒരു റേറ്റഡ് പടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മുമ്പ് തന്നെ ഒരു ടൈറ്റിൽ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്താണുള്ളത് നിങ്ങൾ നേരത്തെ കണ്ടു കാണും. ആൻഡ് തളപതി വിജയുടെ ഒരു സിനിമാ മേഖലയിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച ഒരു ഡയറക്ടറും കൂടെയാണ് ലോകേഷ് കനകരാജ്. നിങ്ങൾക്കറിയാം മാസ്റ്റർ ലിയോ ഒക്കെ എത്രമാത്രം ഹിറ്റായിരുന്നു, കളക്ഷൻ നേടിയ സിനിമകളാണെന്ന്. അപ്പോൾ പുള്ളിയുടെ ആദ്യ ഒരു നായിക വേഷം എങ്ങനെ ഉണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. വാ. സൺ പിക്ചേഴ്സ്, ചുവപ്പ് എന്ന രക്തം. പഴയകാലമാണ്. കലാനിധിമാരൻ പ്രസൻസ്. എന്തോന്ന് വിളിയും പോലായിട്ട് കിടക്കുന്നു. ചീത്തവിളിയെല്ലാം ഉണ്ട്. Evil is good, good is evil. ലോകേഷ് കനകരാജ് ദേവദാസ്. വാമിക ഗബ്ബി ചന്ദ്ര. ഈ സീന് ടൈറ്റിൽ ടീസറിലും ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഒരു മ്യൂസിക് വരുന്നത്. ഗൈസ്, ഈ ഒരു മിനിറ്റിലും എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയത് അനിരുദ്ധിന്റെ ആ ഒരു BGM ആണ്. ഒരു സൈലന്റ് ആയിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരെയാണ് ആ BGM. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. ആൻഡ് ഇത് മുമ്പേ പറഞ്ഞതുപോലെ ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു റേറ്റഡ് ഫിലിമാണ്. അടി ഇടി വെടി പുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. കാരണം ഇന്റർവ്യൂസിൽ അരുൺ മാത്യൂശ്വരൻ പറഞ്ഞത് ഏതൊരു ഇംഗ്ലീഷ് സിനിമ ബേസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫുൾ എക്സ്ട്രീം വയലൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപോകാം. ഈ വേഷത്തിലാണ് ലോകേഷ് എല്ലാം മുടിയും വെച്ച് എല്ലായിടത്തും വരണ്ട. പ്രണയം ഡബിൾ മീനിങ് അല്ലായിരിക്കും. போலீஸை கொள்ளுவா, டாக்டரை கொள்ளுவா. ചീത്തവളെ ഒരുപാടുണ്ട്. അത് എന്റെ BGM. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അടി ഇടി വെടി പുക കുത്ത് രക്തം വയലൻസ്, എക്സ്ട്രീം വയലൻസ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് റേറ്റഡ് ആയിട്ടുള്ള ഒരു സീൻസുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ബെഡ്റൂം സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ കണ്ട ഫുൾ കൈവെട്ടലും കാലുവെട്ടലും വെടിയും കുത്തൊക്കെയാണ്. അരുൺ മാത്യൂശ്വരൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. എക്സ്ട്രീം വയലൻസ് തന്നെയാണ് വരാൻ പോകുന്നത്. മ്യൂസിക് ട്രെയിലർ കാണാൻ പോകുന്നില്ല ഗൈസ്. ഇന്നലെ വെടിവെപ്പൊന്നുമല്ല. அவ பேர் சந்திரடா. അരുൺ മാത്യൂശ്വരൻ. ആ ഫ്രെയിം കൊള്ളാൻ കേട്ടാ. உன்னை எங்க சேஃபா விட்டு போறேன். DC കമ്മിങ് സൂണാണ്. ഓ, ഡേറ്റും ഇട്ടിട്ടില്ല. ആൻഡ് ട്രെയിലർ
ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അടി, ഇടി, വെടി, പുക, കുത്ത്, രക്തം, വയലൻസ്, എക്സ്ട്രീം വയലൻസ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു സ്റ്റോറി പ്ലോട്ടും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കട്ടച്ചോര, കടുത്ത പ്രണയം, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട സീൻസുകളായിരിക്കും കൂടുതൽ. വയലൻസ്, രണ്ടുപേരും എവിടെ നിന്നോ വന്ന ആൾക്കാരായിരിക്കും, ഒരു കണ്ടുമുട്ടുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിൽ ഇഷ്ടമാവുന്നു, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്. അതാണ് കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എന്നിട്ട് അതുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു, പിന്നെ ഇവർ വെടിവെച്ച് ആ ഒരു വയലൻസ് സിറ്റുവേഷൻ ആണ്. പ്രത്യേകിച്ച് ഒരു സ്റ്റോറി ലൈനും ഒരു ബിൽഡപ്പ് ഒന്നും കാണുമെന്ന് തോന്നുന്നില്ല. ഒരു നോൺ ലോജിക്കലി ഇങ്ങനെ പ്രണയമാകുന്നു, കട്ട പ്രണയമാകുന്നു, ടോക്സിക് റിലേഷൻഷിപ്പ് ആവുന്നു, പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വയലൻസ് ചെയ്ത്, പിന്നെ ഈ ഇടിയും വെടിയും പുകയും കുത്തും അടിയും തന്നെയാണെന്നാണ് തോന്നുന്നത്. ഒരു പ്രത്യേകിച്ച് ഒരു കാരണം പുള്ളി മുമ്പത്തെ ആ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ആ ഒരു ഇതേപോലെ ഒരു കട്ട വയലൻസ് പടം, അതിലൊരു ഒരുപാട് കാര്യങ്ങളും വയലൻസ് കാര്യങ്ങളൊക്കെ ചേർത്തുള്ള ഒരു കട്ട വയലൻസ് പടം എടുക്കാനാണ് താല്പര്യം. പ്രത്യേകിച്ച് ഇതിലൊരു സ്റ്റോറി പ്ലോട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ട്രെയിലർ ബോറൊന്നുമല്ല, ട്രെയിലർ കാണാനൊക്കെ കൊള്ളാം. ലോകേഷിനെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി പടം കണ്ടറിയാം ലോകേഷ്, കാരണം ട്രെയിലർ കൊണ്ട് വിലയിരുത്താനാവില്ല. പടം കണ്ടറിയാം എങ്ങനെയായിരിക്കും ലോകേഷ് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ, ആ ലോകേഷിന്റെ ഒരു നായക വേഷം നന്നായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കാനായിട്ട്. പക്ഷെ ഭാമിയ ഗബ്ബിയെ ഞെട്ടിക്കുമെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരി ആ ഒരു വേഷം നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് ട്രെയിലറിൽ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഹൈലൈറ്റ് അനിരുദ്ധിന്റെ BGM. ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, അത് സൂര്യയുടെ കറുപ്പ് സിനിമ കണ്ടിട്ട് സായി അഭയങ്കർ മ്യൂസിക് ഇട്ട് കത്തിച്ചിട്ടിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ്. അതേ ദിവസം വൈകിട്ട് തന്നെ DC ട്രെയിലറിൽ അനിരുദ്ധിന്റെ മകരി ഗിരിഗിസ ആ ഒരു BGM ഇറങ്ങി. ആ എന്നടാ പണ്ണി വെച്ചിരിക്കുക. അനിരുദ്ധിന് മാത്രം ഈ ട്രെൻഡ് സെറ്റർ BGM ഒക്കെ എവിടെ നിന്ന് കിട്ടുവാണെന്ന് അറിയില്ല. ഗോട്ട്, സത്യമായിട്ട് ഗോട്ട്, വേറെ സംശയമൊന്നുമില്ല. ഡിബേറ്റിന് നിൽക്കാനും പറ്റുന്നില്ല. കാരണം അമ്മാര് സാധനങ്ങളൊക്കെയാണ് ഇറങ്ങുന്നത്. മുമ്പ് ഇതുപോലെ തന്നെ AR റഹ്മാൻ അനിരുദ്ധിന്റെയും മ്യൂസിക്കിൽ ഒരു ക്ലാസിക്കൽ ടച്ച് കൂടെ വരുത്തണമെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ക്ലാസിക്കൽ ടച്ച് ഒക്കെ വരുത്തിയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. വേറെ ഈ ട്രെയിലർ എനിക്ക് വീണ്ടും കാണാൻ തോന്നണമെങ്കിൽ അത് അനിരുദ്ധിന്റെ ആ ഒരു BGM തോന്നിയാണ്. BGM വയസ്സാണെങ്കിൽ എനിക്ക് കാണാൻ തോന്നുന്നു. മകരിഗിരിഗിസ ഇത് എങ്ങനെ തിങ്ക് ചെയ്യണമെന്ന്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് ബൈ അനിരുദ്ധ് രവിചന്ദർ. ബിറ്റ്വീൻ ട്രെയിലർ ഒരു കുഴപ്പമില്ലാത്തൊരു ട്രെയിലർ തന്നെയാണ്, വലിയ മോശവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇതിൽ പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളൊന്നും കാണൂല. ചുമ്മാ ഒരു പ്രണയിക്കും, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇനിഷ്യലി ഇങ്ങനെ ഉണ്ടാകും. ചിലപ്പോലെ കൈ തട്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ വാമിയ കപ്പി നടക്കുമ്പോൾ ഒരു കൈ പിടിക്കാൻ പോകുമ്പോഴോ അങ്ങനെ ഒരു പ്രശ്നം നടക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് വെടി, ഇടി, അടി, പുക, രക്തം. ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു സ്റ്റോറി ലൈൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ ഇങ്ങനെ പടം എടുത്ത് തീക്കുമെന്നാണ് തോന്നുന്നത്. കണ്ടറിയാം പിന്നെ മേക്കിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും, ഇതായിരിക്കും. ഇതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻ മില്ലറും സൂപ്പറായിരിക്കും. ഈ ഒരു ഇങ്ങനെ ഒരു മാസം ഒരു വയലേഷനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കണ്ടത്. ക്യാപ്റ്റൻ മില്ലർ പോഞ്ഞ് തുപ്പിപ്പോയി. അപ്പോൾ അതുപോലെ ആകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡക്ഷൻസ് വേറെ. ആൻഡ് നോക്കാം എങ്ങനെയായിരിക്കും പടം വരുന്നത്. പക്ഷേ ട്രെയിലർ കുഴപ്പമില്ല, എനിക്കൊരു ആവറേജ് ഫീൽ ആണ് തോന്നുന്നത്. ബട്ട് ബിറ്റ്വീൻ ദ BGM വാസ് ലിറ്ററലി കത്തിക്കൽ.